കോവളം അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന ജംഗ്ഷൻ കുരുതിക്കളമായി മാറുന്നു. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തേക്കുള്ള പ്രധാന കവാടമായ കോവളം ജംഗ്ഷൻ അപകടക്കെണിയായി മാറുന്നു. 7ഓളം റോഡുകൾ കൂടിച്ചേരുന്ന ഈ ജംഗ്ഷനിൽ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനവും ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയും നിത്യേന അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. കഴക്കൂട്ടം കാരോട് ദേശീയപാത കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷൻ കൂടിയാണിത്. ഹൈവേ അതോറിറ്റി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതും രാത്രി സമയങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകളും തെരുവ് വിളക്കുകളും പ്രകാശിക്കാത്തതുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. രാവിലെയും വൈകുന്നേരവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ ഈ ജംഗ്ഷനിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സിഗ്നൽ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ വയോധികയായ കാൽനട യാത്രക്കാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സമാനമായ രീതിയിൽ നിത്യവും ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വിളക്കുകൾ പ്രകാശിക്കാത്തതുമായി ബന്ധപ്പെട്ട് KSEB, തിരുവനന്തപുരം കോർപ്പറേഷൻ, നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഉത്തരവാദിത്തം പരസ്പരം പഴിചാരി അധികൃതർ ഒഴിഞ്ഞുമാറുകയാണെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ തിരക്കേറിയ സമയങ്ങളിൽ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ ട്രാഫിക് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ഇതിനകം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും നാട്ടുകാരെയും സംഘടിപ്പിച്ച് ഹൈവേ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് കോവളം മുളവിളാകം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുട്ടയ്ക്കാട് വേണുഗോപാൽ അറിയിച്ചു. ഈ നൂർജഹാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്നലെ ഈ ജംഗ്ഷനിൽ വെച്ചും വളരെ വേഗത്തിൽ വന്നൊരു വാഹനം ഇടിച്ചിട്ട് പോയി. അങ്ങനെ ഒരു സുഭദ്ര നമ്മുടെ കോവളത്തുള്ള തന്നെ 2 പേര് നമ്മുടെ അറിവിലുണ്ട്. അതുപോലെ വെളിയിൽ നിന്ന് വരുന്ന നിരവധി ആൾ അപകടത്തിലിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ ഈ റോഡിനെ സംബന്ധിച്ച് 7 റോഡുകൾ വന്ന് സന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. NHന്റെ റോഡ് ഉൾപ്പെടെ, സബ് റോഡ് ഉൾപ്പെടെ, സർവീസ് റോഡ് ഉൾപ്പെടെ 7 റോഡുകൾ ഈ സ്ഥലത്ത് സന്ധിക്കുകയാണ്. ഇവിടെ ഒരു ദിവസം പോലും സിഗ്നൽ സംവിധാനം ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അതുപോലും ശ്രദ്ധിക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതി. പിന്നെ ഒരു ലൈറ്റ്, ഇവിടുത്തെ ഒരു ഹൈമാക്സ് ലൈറ്റ്, ഈ ജംഗ്ഷൻ മൊത്തം ആകെ ഉള്ള ഒരു ലൈറ്റാണ് ഹൈമാക്സ് ലൈറ്റ്. അത് പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങളായിരിക്കുകയാണ്. നിരവധി തവണ കോർപ്പറേഷനുമായും ഹൈവേ അതോറിറ്റിയുമായും എല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടതാണ്. ആരും തന്നെ അത് ശരിയാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ കോവളം ജംഗ്ഷൻ മുതൽ കാരോട് അങ്ങോട്ട് കാണുന്ന ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ ഇല്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ വരുന്നത് അറിയാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ്. ഇവിടെ നടക്കുന്ന അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം വളരെയധികം ഉണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, വാർത്തയിൽ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അടിയന്തരമായി ഈ പ്രദേശത്തിൻ്റെ ഈ സ്ഥിതി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ അഭിപ്രായം. ഇവിടുത്തെ ഈ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ പോലീസും മറ്റ് ഇലക്ട്രിസിറ്റി സംവിധാനവും കോർപ്പറേഷനും ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങേണ്ട സ്ഥിതിയാണെന്നും ഹൈവേ ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമെന്നും ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ്. GTV ന്യൂസ് വിഴിഞ്ഞം.